ഹായ് ആൾ, നമ്മുടെ ക്ലാസ് 9 ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ഡിസ്ക്രൈബിങ് മോഷൻ എവോൾട്ടേഴ്സ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ വളരെ ക്രിസ്പായിട്ട് നമുക്ക് നോക്കാം. ഈ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം നമ്മുടെ ചുറ്റുമുള്ള മോഷൻ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നില്ല, മൂവ് ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം സ്പീഡിലാണ് അത് മൂവ് ചെയ്യുന്നത്, എത്രത്തോളം സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്, അതിൻ്റെ സ്പീഡ് എങ്ങനെയെല്ലാം ചേഞ്ച് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാറുള്ളത്. നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട ഒരു കോൺസെപ്റ്റ് മോഷൻ എന്താണ്, റെസ്റ്റ് എന്താണ് എന്ന കാര്യം. നമ്മുടെ മനസ്സിൽ എല്ലാവർക്കും അറിയാം റെസ്റ്റ് എന്താണ്, മോഷൻ എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം അല്ലേ. നമ്മളത് എങ്ങനെ സയന്റിഫിക്കലി എക്സ്പ്രസ് ചെയ്യുന്ന കാര്യം നോക്കിയാലോ. നോക്കൂ, ഒരു ബൈക്ക് റൈഡറെ കാണാം, ഒരു ട്രീ കാണാം. ഈ ബൈക്ക് റൈഡർ ഈ ട്രീയുടെ താഴെ വണ്ടി നിർത്തി ഇരിക്കുകയാണ്, നിർത്തി അവിടെ നിൽക്കുകയാണ്. നമ്മൾ പറയും അയാൾ റെസ്റ്റിലാണെന്ന് പറയും അല്ലേ. അയാൾ കുറേ ദൂരം ഓടിച്ച് ക്ഷീണിച്ച് റെസ്റ്റ് എടുക്കുന്ന അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്. അല്ല, ഈ ബൈക്ക് റൈഡറുടെ പൊസിഷൻ എന്താണ്, ആ ടേം എന്താണ്, അയാളുടെ പൊസിഷൻ അല്ലേ. ഈ ട്രീയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പൊസിഷൻ ഈസ് നോട്ട് ചേഞ്ചിങ് വിത്ത് ടൈം. ആദ്യം ഒരു സമയത്ത് നോക്കിയപ്പോഴും കുറച്ചൊരു സമയം കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോഴും ബൈക്ക് റൈഡറും ഇവിടെ തന്നെയാണ്, ഈ ട്രീയുടെ താഴെ തന്നെയാണ്. സോ പൊസിഷൻ ഈസ് നോട്ട് ചേഞ്ചിങ് വിത്ത് ടൈം ആണെങ്കിൽ നമ്മൾ പറയും ദ ഒബ്ജക്റ്റ് ഈസ് അറ്റ് റെസ്റ്റ്. അപ്പൊ മോഷൻ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. If the position of an object changes with time, നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് പറയും the object is moving അല്ലേ. അപ്പോൾ കാര്യം ഇത്രയേ ഉള്ളൂ. മോഷൻ എന്ന് പറയണമെങ്കിൽ we have to consider a reference point. ആ റെഫറൻസ് പോയിന്റിൽ നിന്നുള്ള പൊസിഷൻ മാറുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഒബ്ജക്റ്റ് മോഷനിലാണെന്ന് പറയും. ആ റെഫറൻസ് പോയിന്റിലുള്ള പൊസിഷൻ മാറുന്നില്ല എങ്കിൽ അത് റെസ്റ്റിലാണെന്ന് പറയും. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ബേസിക്കലി മോഷനെ കുറിച്ചാണ്. റെസ്റ്റിനെ കുറിച്ചൊന്നും നമുക്ക് പഠിക്കാനില്ല. മോഷനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ടേമാണ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്റ്റൻസ് നമുക്ക് വളരെ കുറേ കാലങ്ങളായിട്ട് അറിയുന്ന ഒരു കേസാണ്. നോക്കൂ, ഇതാണ് നമ്മളെ സ്റ്റാർട്ടിംഗ് പോയിന്റ് 1 എന്ന് പറയുന്നത്, ഫിനിഷിംഗ് പോയിന്റ് 2 എന്ന് പറയുന്നതാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് പോകാൻ ഇവിടുന്ന് ഒരുപാട് വഴികളുണ്ട്. ഇതൊരു വഴിയാണ്, ഇത് മറ്റൊരു വഴിയാണ്, ഇത് മൂന്നാമത്തെ ഒരു വഴിയാണ്. ഇങ്ങനെ ഒരുപാട് വഴികളുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഒരാൾ സ്റ്റാർട്ട് ചെയ്ത് 1 എന്ന പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ പോയി ഇവിടേക്ക് എത്തി. ഇയാൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ പോയി ഇവിടേക്ക് എത്തി, ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ പോയി ഇവിടേക്ക് എത്തി. ഇത് മൂന്നും ആ ആള് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ്, അതിൽ സംശയം ആർക്കുമില്ല. ആ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത് അല്ലെങ്കിൽ ആ മനുഷ്യൻ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് ഇത് മൂന്നും, അതിൽ സംശയമൊന്നുമില്ല. അപ്പൊ ഡിസ്റ്റൻസ് എന്താ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയ സമയത്ത് അയാൾ ട്രാവൽ ചെയ്ത പാത്തിന്റെ ലെങ്ത് ആണ് അല്ലെ. അദ്ദേഹം എത്ര ദൂരം ട്രാവൽ ചെയ്തോ ആ ട്രാവൽ ചെയ്ത പാത്തിന്റെ ലെങ്ത്. ഡിസ്റ്റൻസ് ഈസ് ബേസിക്കലി പാത്ത് ലെങ്ത്. അയാൾ ട്രാവൽ ചെയ്ത പാത്തിന്റെ ലെങ്തിനെ പറയുന്ന പേരാണ് ഡിസ്റ്റൻസ്, ലെങ്ത് ഓഫ് പാത്ത് ട്രാവൽഡ്. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞാൽ എന്തായിരിക്കും, ഡിസ്പ്ലേസ്മെന്റും പാത്ത് തന്നെയാണ്, പക്ഷെ പ്രത്യേകത ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് പാത്ത് എന്നുള്ളതാണ്. നോക്കൂ, ഇത് നമ്മുടെ ഇനീഷ്യൽ പൊസിഷനും നമ്മുടെ ഫൈനൽ പൊസിഷനും. എന്താ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത പൊസിഷൻ അല്ലേ, അതാണ് ഇനീഷ്യൽ പൊസിഷൻ. ഫൈനൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എവിടെയാണോ നമ്മുടെ ഇവന്റ് എൻഡ് ചെയ്തതാണ് ഫൈനൽ പൊസിഷൻ. അത് രണ്ടും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അത് എല്ലാ സമയത്തും എത്രയായിരിക്കും, that will be a straight line അല്ലേ. the straight line distance between initial position and final position അതിന് പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ്. ഇതല്ലാ ചാപ്റ്റർ നമുക്ക് വെലോസിറ്റിയെ കുറിച്ച് പഠിക്കാനുണ്ട്, ആക്സലറേഷനെ കുറിച്ച് പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനുണ്ട്. അത് നമുക്ക് ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ് 9 CBSEയുടെ ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആയിട്ടുള്ള നിഞ്ച ബാച്ച് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ വേഗം ജോയിൻ ചെയ്തോളൂ, കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പഠിച്ചെടുക്കാം. ഒരു ക്വസ്റ്റ്യൻ മക്കളോട് ചോദിക്കട്ടെ. മക്കളെ, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ്, ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുന്ന യൂണിറ്റ് മീറ്റർ ആണ്. SI യൂണിറ്റ് ആണ് മീറ്റർ. നമ്മൾ കിലോമീറ്ററിലൊക്കെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാറുണ്ട്. ഇന്റർനാഷണലി അക്സെപ്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് മീറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് SI യൂണിറ്റ് എന്തായിരിക്കും ഒന്ന് കമന്റ് ചെയ്യോ. നമുക്ക് വീണ്ടും ഡാഷിൽ കാണാം. See you.